ഗുഡ് മോർണിംഗ് സർ. കള്ളന്മാരെ പിടിക്കുന്നതിലും പ്രയാസമാണല്ലോ അപ്പുക്കുട്ട തന്നെ ഒന്ന് പിടിക്കാൻ. യെസ് സർ. തന്നെ എനിക്കിപ്പോ അർജന്റായിട്ടൊന്ന് വേണം. ഒരു ചെറിയ കേസാ, പക്ഷെ തന്റെ ഫുൾ അറ്റൻഷൻ വേണം. ഐജിക്ക് നേരിട്ട് എന്ന പരാതിയാ. താൻ കേട്ടിട്ടില്ലേ, പേരെടുത്ത ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, പോപ്പ് മ്യൂസിക്കാരി മെർലിൻ. യെസ് മെർലിൻ സർ, കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ചെറുപ്പക്കാരൻ അവരെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്നു. അവർക്ക് പ്രോഗ്രാം നടത്താൻ പറ്റുന്നില്ല, എവിടെ പോയാലും അവൻ പിറകെ നടക്കാത്രേ. ഏതോ ഒരു രമേശ്. വല്ല മെന്റൽ കേസുമായിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ്. താൻ കണ്ടിട്ടുണ്ടോ മെർലിനെ? നോ സർ. ഷീസ് ടു യങ്. ചെറുപ്പക്കാരിയാണ്. തൊപ്പി ഊരിക്കോട്ടെ സർ. എന്തോ? തൊപ്പി ഊരിയിട്ട് പറയട്ടെ സാർ. വേണ്ട, ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ മതി. യെസ് സർ. ആ, എന്നാ പറഞ്ഞോളൂ. അല്ല, അവര് ചെറുപ്പക്കാരിയാവുമ്പോ അവൻ പുറകെ നടക്കുന്നതിന്റെ ഉദ്ദേശം ലതു തന്നെ ആയിരിക്കുമല്ലോ. താൻ കവടി നിരത്തണ്ട. യെസ് സർ. ഈ മെർലിൻ ഒരു പ്രോഗ്രാമിനായി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ സർ. അവര് ഗസ്റ്റ് ഹൗസിലാണ് താമസം. വെരി ഗുഡ്. താൻ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. ഓക്കെ സർ. പേന എവിടെ വെച്ചേക്ക്? ഏ? ഇപ്പൊ മേശപ്പുറത്ത് നിന്ന് അടിച്ച പേന എവിടെ വെയ്? എന്താ അത്? വലത്തെ പോക്കറ്റ് മുഴിച്ചിരിക്കുന്നുണ്ടല്ലോ. എടുക്കെടുക്ക്, എടുക്കടോ. എന്താടോ ഇത്, കൊച്ചു പിള്ളേരെ പോലെ പീപ്പിയും പേരക്കയും? ഇതാ പോക്കറ്റ് അടിക്കാരൻ വാസുവിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയാണ് സർ. തനിക്കിത് എന്തിന്റെ അസുഖ? ഇൻവെസ്റ്റിഗേഷന്റെ തുമ്പ് എവിടെന്നാ കിട്ടുകയെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ സർ. ഓഹോ, ദേ അവിടെ ചെന്ന് മെർലിന്റെ ഒന്ന് തപ്പരുത്, പറഞ്ഞേക്കാം. തനിക്കൊരു വിചാരമുണ്ട്, താൻ വലിയ സുന്ദരനാണ്. എന്നാലല്ല. പക്ഷെ മെർലിൻ കാണാൻ കുറച്ച് സുന്ദരിയാണ്. താൻ അവിടെ കയറി ചെത്തി വാരിക്കളയരുത്. തൊപ്പി ഊരിക്കോട്ടെ സർ. ഊരിക്കോ മോനെ. ബാബുക്കുട്ട എന്താ പറഞ്ഞത്? ചെത്തി എന്താ വാരരുതെന്നാ? എന്താ എന്താ എന്താ? തനിക്ക് പണ്ടേ അറിയാലോ. എടോ, എന്നെ കണ്ട ഏത് പെണ്ണൊന്ന് വാരും ചെത്തും. താൻ കുറച്ച് വെളുത്തിട്ടാണെന്നല്ലേ ഉള്ളൂ, പക്ഷെ സ്മാർട്ട്. മാത്രമല്ല, ഈടായിട്ട് വെളുത്തവരെ പെണ്ണുങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ഇടോ, ഞാനും കുറെ ചെത്തിയിട്ടുള്ള, അതിന്റെ പകുതി താൻ ചെത്തിയിട്ടുണ്ടോ? അതുപോട്ടെ, താൻ ആരെ ചെത്തിയെന്നായി പറയുന്നത്? അറിഞ്ഞൂടാ? റീസ, ശുഭ, KP ധനലക്ഷ്മി. അതൊക്കെ ഞാൻ ചവച്ചു തുപ്പിയ കേസുകൾ. പിന്നെ തൊപ്പിയിട്, തൊപ്പിയിട്. യെസ്, കമിൻ. സർ, 4 മണിക്കാണ് കോൺഫറൻസ്. ഞാൻ റെഡി ആയിക്കൊള്ളാം. ഫയൽ എടുത്തോളൂ. മിസ്റ്റർ അപ്പുക്കുട്ടൻ, 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടണം. Yes, sir. അവർക്ക് വേണ്ട സെക്യൂരിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കും. Okay, sir. പോയിക്കോളൂ. ഇതാണോ പോപ്പ് മ്യൂസിക്കാരി മെർലിന്റെ ഗസ്റ്റ് ഹൗസ്? അതെ. താനെന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത്? താനെന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നതെന്ന്? ഞാൻ അവരുടെ മേക്കപ്പ് മാനാണ് സർ. മേക്കപ്പ് ആണെന്ന് മനസ്സിലായി, പക്ഷെ മുഖത്ത് പ്രായവും വരുത്തി ഒരു കൊടവയറും ഫിറ്റ് ചെയ്താൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? രമേശ, ഐജിക്കാണ് പരാതി. തന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പീറ്ററെ, ഒന്നും വന്നേ. എന്തിട്ടാ പ്രശ്നം നോക്കിയേ? എന്താ സർ? അപ്പുക്കുട്ടൻ, CI അപ്പുക്കുട്ടൻ. ഇയാളാരാണ്? എന്താണ് പേര്? പീറ്റർ. ഒന്നുകൂടെ നോർത്ത് നോക്കിയ വല്ല രമേശൻ എന്ന മറ്റാണോ ശരിക്കുള്ള പേര് മിസ്റ്റർ പീറ്റർ? അല്ല സർ, ഞാൻ പീറ്റർ, ഗിറ്റാറിസ്റ്റ്. ഗിറ്റാറിസ്റ്റ് ആണ്. ഇതൊക്കെ കൂടി കണ്ടപ്പോ എനിക്ക് മിസ് മെർലിനെ ഒന്ന് കാണണമല്ലോ മിസ്റ്റർ പീറ്റർ. അതെന്താ സർ, കാണാലോ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പറയൂ. ഇവിടുന്ന് ഒരു പരാതി അയച്ചിരുന്നല്ലോ ഐജിക്ക്. കമ്മീഷണർ അതിന്റെ അന്വേഷണ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പുക്കുട്ടനല്ലേ? അതെ. എന്താ എങ്ങനെ മനസ്സിലായി? കമ്മീഷണർ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു. മിസ്റ്റർ അപ്പുക്കുട്ടന് എന്തൊക്കെയാ അറിയേണ്ടത്? ചോദിച്ചോളൂ. യെസ് മാഡം, ആദ്യമായിട്ട് രമേശനെ കാണുന്നത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഒക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞാൽ കൊള്ളാം. 2 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി വെച്ചായിരുന്നു ഞാൻ അയാളെ ആദ്യമായി കാണുന്നത്. യെസ്. തുടരെയുള്ള കുറെ മ്യൂസിക് പ്രോഗ്രാംസുമായിട്ട് ഞാനന്ന് ഡൽഹി ക്യാമ്പ് ചെയ്യായിരുന്നു. ഒരു ദിവസം അതിരാവിലെ പതിവ് പോലെ ഞാൻ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ഇടയ്ക്ക് കുറെ ചെന്നപ്പോ ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ഏറെ ദൂരം ചെന്നിട്ടും അയാൾ പിന്മാറുന്ന ലക്ഷണം കണ്ടില്ല. ഞാൻ വഴിമാറി ഓടിയിട്ടും
അയാൾ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിൽ എന്താണ് കാര്യമെന്ന് അറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. Why do you follow me? ഞാൻ വെറുതെ പിന്നെ ഓ, മലയാളിയാണല്ലേ. എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? ദേ, ഇത് 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 എന്റെ ഹെയർ പിൻ ആണല്ലോ. ആ ഇത് തരാനായിരുന്നു, മാഡത്തിന്റെ കയ്യിൽ നിന്ന് പോയതാ. ഓ, ഇതിനാണോ? ഞാൻ ഭയന്നു പോയി. വല്ല ക്രിമിനൽസും ആണോന്ന്. ഡൽഹിയല്ലേ? മാഡം അങ്ങനെയൊക്കെ സംശയിക്കുന്നത് ഞാനും ഭയന്നായിരുന്നു, അതുകൊണ്ടാ ഒന്ന് അറച്ചത്. താങ്ക് യു. ഞാൻ മാഡത്തിന്റെ ഒരു ആരാധകനാ, മിക്ക പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓ, എന്താ പേര്? രമേശ്. രമേശ് എന്ത് ചെയ്യുന്നു? ഞാനൊരു എക്സ്പോർട്ടറാ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ. ഇന്നുണ്ടല്ലേ പ്രോഗ്രാം? അതെ, എന്താ വരുന്നോ? അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് വന്നോളൂ. ബൈ. താങ്ക് യു. അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് അയാൾ എങ്ങനെയോ സ്റ്റേജിനകത്ത് കയറി. എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അയാൾ. വളരെ മര്യാദയോടെ അയാൾ എന്നെ ഒരു ഡിന്നറിന് ക്ഷണിച്ചു. എനിക്ക് വല്ലാതെ മടി തോന്നി. എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ ഒരുപാട് നിർബന്ധിച്ചു, അപേക്ഷിച്ചു. ഒടുവിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. പ്ലീസ് കം. ഇരിക്ക. ആ ഇരിക്കുന്നത് മെർലിനല്ലേ? അതെല്ലോ, വാ നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. ഹലോ മാഡം, ഹൗ ആർ യു? ഐ എം ഫൈൻ. ഞങ്ങളൊക്കെ മാഡത്തിന്റെ ഫാൻസ് ആണ്. മാഡം താജിലല്ലേ താമസിക്കുന്നത്? അതെ. പ്ലീസ് ഹാവ് സംതിങ് വിത്ത് us, മാഡം. നോ നോ, ഇപ്പൊ ഒന്നും വേണ്ട. ഐ എം സോറി, പ്ലീസ്. മാഡത്തിന് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഒരു മിനിറ്റ്, ഞങ്ങളോടൊപ്പം എന്തെങ്കിലും. നോ പ്ലീസ്. പ്ലീസ് മാഡം, വന്നേ പറ്റൂ. സോറി. ഒന്ന് തൊട്ടോട്ടെ മാഡം. വാട്ട്സ് ദിസ്? എനി പ്രോബ്ലം? ഏയ്, രമേശ്. നിങ്ങളാരാ? ഔട്ട്. ഔട്ട് ഐ സേ. മാഡം, ഞങ്ങൾ അവരുടെ ഫാൻസ് ആണ്. മാഡം, ഞങ്ങൾ അവരോട് സംസാരിക്കുന്നത് താനെന്തിനാ മാഡം പറയുന്നത്? എന്നെ പറഞ്ഞത്. മാഡം എന്നെ പറഞ്ഞത്. അയക്കിച്ചു കൊടുത്തേ. ആരാണ് പറഞ്ഞത്? രമേശ്, എന്താ ഇത്? പ്ലീസ്, രമേശ് വേണ്ട. നമുക്ക് പോവാം, വാ. വരൂ. ഛെ, രമേശ് എന്ത് പണിയെ കാണിച്ചത്? എന്റെ ഫാൻസിനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? രമേശിന് ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മോശമായി പോയി. എന്റെ ഈ പ്രൊഫഷനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എന്റെ പ്രൊഫഷനാണ് എനിക്കെല്ലാം. മൈ ഗോഡ്, മൈ മദർ. ഒരിക്കലും അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഐ എം സോറി. വിരോധമില്ല, ഞാൻ പോയി അവരോട് മാപ്പ് പറഞ്ഞിട്ട് വരാം. അതാ നല്ലത്.
മാഡം ഇത് കണ്ടില്ലേ? മാഡത്തിന്റെ കൂടെ വന്നാൽ മുഴു ഭ്രാന്തര. വട്ട, അയക്ക് വട്ട. മെർലിൻ എന്നതാണോ? അവളെ നോക്കുന്നവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പ്ലീസ് അറേഞ്ച് മീ ടാക്സി. അന്ന് എനിക്ക് ആകപ്പാട് വല്ലാണ്ട് തോന്നി. ഛേ, എന്ത് ബുദ്ധിമോശാ ഞാൻ കാണിച്ചത്. അധികം ഒന്നും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഒറ്റയ്ക്ക് ഡിന്നറിന് പോവുക. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. അന്ന് അല്പനേരം കഴിഞ്ഞപ്പോ എനിക്ക് റിസപ്ഷനിൽ നിന്നൊരു കോൾ വന്നു. ഡൽഹി പോലീസ് എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. വന്നോളാൻ ഞാൻ പറഞ്ഞു. യെസ്, കം ഇൻ. അവർ 4 പേരുണ്ടായിരുന്നു. രമേഷിനെ കുറിച്ച് അറിയാനായിരുന്നു അവർ വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും അറിയില്ല, വളരെ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ എന്ന്. അവർക്ക് രമേഷിന്റെ അഡ്രസ്സ് വേണമായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് 3-4 ഫോൺ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാനത് അവർക്ക് കൊടുത്തു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കണമെന്ന് അവരെന്നോട് പറഞ്ഞു. എനിക്ക് വീണ്ടും ടെൻഷനായി. പോകാൻ നേരത്ത് ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു, ഇനി രമേശ് എന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്താൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഭയപ്പെടേണ്ട, സ്റ്റേഷനെ അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവർ പോയി. പക്ഷേ എനിക്ക് ആകപ്പാടെ ഭയമായിരുന്നു. ഹലോ മെർലിൻ, ഞാൻ രമേശാണ്. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതിൽ എനിക്ക് ഖേദമുണ്ട്. ഏതായാലും നടന്നതെല്ലാം മറന്നേക്കുക. ഈ രാത്രിയെ മറന്നേക്കുക. പ്ലീസ്, എന്നോട് ഒരല്പം പോലും വെറുപ്പ് തോന്നരുത്. രമേശ് ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു ബൂത്തിൽ നിന്നാണ്. ഞാനിവിടെ വന്നപ്പോ മെർലിൻ പോലീസുകാരോട്ട് സംസാരിക്കായിരുന്നു കോറിഡോറിൽ. തൊട്ടടുത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു. ഒരു റെഡ് കളർ നൈറ്റിയല്ലേ ഇട്ടിരുന്നത്, ഞാൻ കണ്ടു. പക്ഷേ അതിന്റെ പിന്നെ 2 ഹുക്കിട മെർലിൻ മറന്നുപോയിരുന്നു. ഏതായാലും ഞാൻ ഇനി മെർലിനെ ഒരിക്കലും കാണാനോ സംസാരിക്കാനോ ഒന്നും വരില്ല. ഐ എം സോറി ഫോർ എവറിത്തിങ്. ഗുഡ് ബൈ.